ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സോഫ ഫുൾ കവർ സോഫ വാങ്ങിക്കുമ്പോൾ പല ആൾക്കാരും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ മെറ്റീരിയൽ, എന്താണ്, എന്തുകൊണ്ടൊക്കെയാണ് നിങ്ങൾ സോഫ ഉണ്ടാക്കുന്നതൊക്കെ പല ആൾക്കാരും ചോദിക്കുന്ന ഡൗട്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ ചെന്ന് നമ്മൾ ഒരു സോഫ വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിക്കും, ഒരു ഫുൾ കവർ സോഫ വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് 5 മെയിൻ ഭാഗങ്ങളാണ് ഒരു സോഫയ്ക്കുള്ളത്. ഒന്ന് അതിൻ്റെ ഫ്രെയിം, ഫസ്റ്റ് വൺ അതിൻ്റെ ഫ്രെയിം, എന്തിൻ്റെ മേലെയാണ് ഈ സംഭവങ്ങളെല്ലാം ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് മെയിൻ ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് അതിൻ്റെ സസ്പെൻഷനാണ്. അതായത് ഈ ഫ്രെയിമിൻ്റെ മേലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന ഭാഗം നമ്മളെ കുഷ്യനാണെങ്കിൽ അതിന് എന്തിൻ്റെ മേലെയാണിത് ഈ കുഷ്യൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ കുഷ്യനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്താണ്, അതാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ കുഷ്യൻസാണ്. എന്തൊക്കെ തരത്തിലുള്ള കുഷ്യനുകളാണ് ഒരു സോഫ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് മൂന്നാമത്തത്. അതിൽ തന്നെ പല ടൈപ്പ് കുഷ്യൻസ് ഉണ്ട്, നമുക്ക് പറയാം. പിന്നെ നാലാമത്തത് അതിൻ്റെ അപ്പോൾസറി വർക്കുകൾ, ഈ കുഷ്യൻ്റെ മേലേക്ക് നമ്മൾ കവർ ചെയ്തിരിക്കുന്ന അപ്പോൾസറി വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നാലാമത്. പിന്നെ അഞ്ചാമത്തത് അതിൻ്റെ ലെഗുകൾ, കാലുകൾ. അപ്പോൾ ഈ സോഫ ഫ്ലോറിൽ എന്ത് തരം കാലുകളുടെ മേലെയാണിത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്നാണ് അഞ്ചാമത്തെ. ഇങ്ങനെ 5 പോർഷൻസാണ് നമുക്ക് ഒരു സോഫയുടെ മെയിൻ ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിൽ തന്നെ ഇനിയിപ്പോൾ ഓരോന്നും നമുക്ക് പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോഫയ്ക്ക് മരത്തിൻ്റെ ഫ്രെയിമുണ്ട്, സോളിഡ് വുഡിൻ്റെ ഫ്രെയിമുണ്ട്, തേക്കിൻ്റെ, അതുപോലെ അക്കേഷ്യ, അതുപോലെ റബ്ബ് വുഡ്, ഇങ്ങനെയുള്ള മരങ്ങൾ, മഹാഗണി, ഇങ്ങനെയുള്ള മരങ്ങളെ കൊണ്ടൊക്കെ പിന്നെ സോഫയുടെ ഫ്രെയിമുകൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കൂടുതൽ കാലം നിൽക്കാനും ഡ്യൂറബിലിറ്റിക്കും ഏറ്റവും ബെസ്റ്റ്. സോളിഡ് വുഡിലുള്ള ഫ്രെയിമുകൾ ഉള്ള സോഫകളാണ് നല്ലത്. പിന്നെ നമുക്ക് പ്ലൈവുഡ് ഉണ്ട്. പ്ലൈവുഡിൻ്റെ ഫ്രെയിമിലും പ്ലൈവുഡ് കൊണ്ടും സോഫയുടെ ഫ്രെയിം ഉണ്ടാക്കാറുണ്ട്. നല്ല മെറൈൻ പോലെയുള്ള പ്ലൈവൊക്കെ നല്ല ഉറപ്പുള്ള പ്ലൈവുഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സോഫയുടെ ഫ്രെയിം ഉണ്ടാക്കാറുണ്ട്. പിന്നെ മൂന്നാമത്തെ മെറ്റൽ ഫ്രെയിമാണ്, എം എസ് അല്ലെങ്കിൽ GI ആയിട്ടുള്ള സ്ക്വയർ പൈപ്പുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മെറ്റൽ ഫ്രെയിം കൊണ്ട് നമ്മൾ സോഫയുടെ ഫ്രെയിം ഉണ്ടാക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പോർഷൻ എന്ന് വെച്ചാൽ സസ്പെൻഷൻ. ഈ സസ്പെൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കുഷ്യനെ താങ്ങി നിർത്തുന്ന ഭാഗം. അത് നമുക്ക് പോക്കറ്റ് സ്പ്രിങ് ഉണ്ട്. നമുക്കതുപോലെ തന്നെ ഇതിൽ പ്രീമിയം സോഫകളിലൊക്കെ പോക്കറ്റ് സ്പ്രിങ് ആയിരിക്കും, പോക്കറ്റ് സ്പ്രിങ്, ബോണൽ സ്പ്രിങ്, ഇങ്ങനെയുള്ള പിന്നെ ചില ബെൽറ്റുകൾ ഉണ്ട്, ഇലാസ്റ്റിക് ബെൽറ്റുകൾ. ഇതൊക്കെ ഇതിനെ ഈ കുഷ്യനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഭാഗങ്ങളാണ്. ഇതിനാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ ചോദിക്കേണ്ടത് ഇതിൻ്റെ കുഷ്യൻ എന്തൊക്കെയാണ്. കുഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന നമ്മളെ സീറ്റും അതുപോലെ നമ്മളെ ബാക്ക് റെസ്റ്റും ഒക്കെ വരുന്ന ഭാഗത്തുള്ള കുഷ്യൻ ഏതാണ്, അത് ഹൈ ഡെൻസിറ്റി ഫോമാണോ. ഈ ഹൈ ഡെൻസിറ്റി ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഷേപ്പ് റിട്ടൻഷൻ, അതിൻ്റെ ഷേപ്പ് നിലനിർത്താനൊക്കെ ഹൈ ഡെൻസിറ്റി ഫോമാണ് സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കതിൽ തന്നെ PU ഫോം ഉണ്ട്, പിന്നെ റബ്ബറൈസ്ഡ് കൊയർ ഫോം ഉണ്ട്. ഇതൊക്കെ അതിൽ വരുന്ന ഫെദർ മിക്സ് ഫോമുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് അതിൻ്റെ ക്വാളിറ്റിക്കും വിലയ്ക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരുപാട് ഫോമുകൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ചില മോഡലുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോമും ഉപയോഗിക്കും, അതുപോലെ തന്നെ സ്പ്രിങ്ങും, രണ്ടിൻ്റെയും കോമ്പിനേഷനിലും നമുക്ക് കിട്ടാറുണ്ട്. ഇതിൻ്റെ കുഷൻ ഇരിക്കുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോം ഉണ്ടായിരിക്കും, ബാക്കി പകുതി സ്പ്രിങ് ആയിരിക്കും, അങ്ങനെയും വരാറുണ്ട്. പിന്നെ നാലാമത്തെ മെയിൻ ഇതിൻ്റെ ഒരു കമ്പോണൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പോൾസറിയാണ്. അപ്പോൾസറി എന്തൊക്കെ തരത്തിലുള്ള അപ്പോൾസറികളെ കൊണ്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്, ഈ കുഷനും ഈ ബാക്ക് റെസ്റ്റും ഒക്കെ കവർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്. അതിലിപ്പോൾ നമുക്ക് ഫാബ്രിക് കോട്ടൺ വരുന്നുണ്ട്, അതുപോലെ ലിനൻ, പിന്നെ പോളിയസ്റ്ററിൻ്റെ വരുന്നുണ്ട്, പിന്നെ വെൽവെറ്റ് കൊണ്ട് വരുന്നുണ്ട്, ജെന്യുവൻ ലെതറിൻ്റെ അപ്പോൾസറി വരുന്നുണ്ട്, പിന്നെ PU ലെതർ മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പോളിയോർത്തിനും അതുപോലെ ലെതറും മിക്സ് ചെയ്തിട്ടുള്ള അപ്പോൾസറികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ റെക്സിൻ ടൈപ്പ് കവറുകളുണ്ട്, സോഫ കവറുകളുണ്ട്. സിന്തറ്റിക് ആയിട്ടുള്ള ചില ലെതറുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിന്തറ്റിക് ലെതർ എന്നാണ് അതിന് പറയുക. അതുകൊണ്ടും നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കവറ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 4 പോർഷൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ നമുക്ക് ലെഗുകളാണ്, കാലുകൾ. എന്തൊക്കെയാണ് നമ്മളുടെ സോഫയുടെ കാലുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് മരത്തിൻ്റെ കാലുകളുള്ള സോഫ ഉണ്ട്, അതുപോലെ മെറ്റലിൻ്റെ കാലുകളുണ്ട്, പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കാലുകളുണ്ട്.
ഇതൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പിനും നമ്മളുടെ ഡ്യൂറബിലിറ്റിക്കും പിന്നെ അതിൻ്റെ പ്രൈസിനും ഒക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ സോഫയുടെ മെറ്റീരിയൽസ് വരുന്നത്. അപ്പോൾ മേജറായിട്ട് നമുക്ക് 5 ഭാഗങ്ങളാണ് നോക്കേണ്ടത്. 1 ഫ്രെയിം, പിന്നെ 2 സസ്പെൻഷൻ, പിന്നെ 3 അതിൻ്റെ കുഷ്യൻ ഭാഗം, പിന്നെ 4 അതിൻ്റെ അപ്പോൾസറി അതിൻ്റെ കവറ്, പിന്നെ 5-മത്തത് അതിൻ്റെ കാലുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സോഫ വാങ്ങിക്കുമ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ടായാലും ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കേണ്ടത് ഈ ഭാഗങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സോഫയെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.